ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഈ വ്ളോഗ് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന്. അപ്പോൾ രാജ്യം നാളെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളും ഒരു ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സായ എല്ലാവരുമായും ഞാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ് നാളെ. അപ്പോൾ അത് ഫ്രണ്ട്സായ നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ പൊതുവേ എവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഇൻഡിപെൻഡൻസ് ഡേ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വിശേഷമായി തന്നെ അത് ആഘോഷിക്കാറുണ്ട്. ഇൻ കേസ് 15-ന് രാവിലെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പല തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളും ഉണ്ടാകാറുണ്ട്. കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങൾ, അതുപോലെ തന്നെ ദേശഭക്തി ഗാനങ്ങൾ ഉൾപ്പെടുന്ന നൃത്തങ്ങൾ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സാംസ്കാരിക കൾച്ചറൽ പ്രോഗ്രാംസും സ്കൂളുകളിൽ നടത്തപ്പെടാറുണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ എവിടെ താമസിച്ചാലും ഭാരതീയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓറഞ്ച് കളർ എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യത്തിനെയും രാജ്യത്തിൻ്റെ ധൈര്യം അതാണ് ഷോ ചെയ്യുന്നത്. വൈറ്റ് കളർ പീസാണ് ഷോ ചെയ്യുന്നത്. ഗ്രീൻ കളർ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി, അതായത് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നത, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഗ്രസ്, ഇതൊക്കെയാണ് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റിയെ ഷോ ചെയ്യുന്നതാണ്. അതുപോലെ അശോകചക്രത്തിലുള്ള നീല കളർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ ആൻഡ് ഓഷ്യൻസിനെ പ്രതിനിധീകരിച്ചാണുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യം പോലെ മനോഹരമായ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തതാണല്ലേ. ദ ഗാഞ്ചസ് എന്നാണ് നമ്മൾ ഗംഗാ നദിയെ തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഡെയ്റ്റീസ്, ദേവന്മാരും ദേവതകളും അമ്പലങ്ങളും എല്ലാം ചുറ്റപ്പെട്ട കലയും സംസ്കാരവും അതുപോലെ തന്നെ പൗരാണികതയും പിന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് അങ്ങനെയുള്ള ഒരു ദേവഭൂമിയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഭാരതമെന്ന് കേട്ടാൽ തന്നെ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് തന്നെ അഭിമാനം കൊണ്ട് നിറയുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ത്രിവർണ്ണ പതാക ലോകമെമ്പാടും ഉയരത്തിൽ പറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവർക്കും ഈ ഭാരതത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മൾ ഭാരതീയരാണെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ് കേട്ടോ. താങ്ക് യു.